സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോയുമായിട്ടാണ്. എന്തിന്റെ റിയാക്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസിന്റെ റിയാക്ഷൻ. ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ബിഗ് ബോസിലെ കണ്ടസ്റ്റന്റ് അനുമോള് ജയിച്ചു. ഫസ്റ്റ് റണ്ണറപ്പായിട്ട് അനീഷ് പോയി. ഇതെല്ലാം നമ്മൾ വീഡിയോ പല മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നതൊക്കെ കണ്ടതാണ്. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് വിന്നറിനെ അവർ പ്രഖ്യാപിക്കുന്ന ഒരു വേളയിൽ അവിടെ മുഖം താഴ്ത്തി വിഷമിച്ചിരുന്ന ഒരു കട്ടപ്പയായിട്ടുള്ള ശൈത്യ സന്തോഷിനെയും അവരുടെ കൂട്ടത്തിലുള്ള പല ആളുകളെയൊക്കെ നമ്മൾ കണ്ടതാണ്. അതായത് ഏറ്റവും വിമുഖത, അനുമോൾക്ക് ഈ ഒരു കപ്പ് കിട്ടുന്നതിലുള്ള ഏറ്റവും വലിയ വിമുഖത കാണിച്ച ആളുകളെ നമ്മളവിടെ കണ്ടതാണ്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ ശൈത്യ സന്തോഷ് ബിഗ് ബോസ് ഹൗസിലുള്ള സമയത്ത് അനുമോൾ ഒരു പരാമർശം നടത്തുകയുണ്ടായി. എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ അനുമോള് പറഞ്ഞത് ശൈത്യ ഒരു കട്ടപ്പയാണെന്നാണ് പറഞ്ഞത്. അതായത് ബാക്കിൽ നിന്ന് കുത്തുന്ന ആളാണല്ലോ കട്ടപ്പ. ബാഹുബലിയെ പൊന്നുപോലെ കൊണ്ടു നടന്ന് അച്ഛന്റെ ഏറ്റവും അടുത്തൊരാളായിരുന്ന, അല്ലെങ്കിൽ അച്ഛനോടൊപ്പം നടന്നിരുന്ന ഒരാളായിരുന്ന കട്ടപ്പ ബാഹുബലി, അതായത് അച്ഛന്റെ മകനെ പുറകിൽ നിന്ന് കുത്തിയത് എന്തിനാണ്? വിശ്വാസവഞ്ചനയാണല്ലേ കാണിച്ചത് എന്ന് പറയുന്ന പോലെ വിശ്വാസവഞ്ചന കാണിച്ച ഒരാളാണ് ശൈത്യ. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. ഫ്രണ്ട്ഷിപ്പിന്റെ മേൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവിടെ പറയുകയും മറ്റു പല വിഷയങ്ങളും ഒരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളത് അവിടെ നടക്കുകയുണ്ടായി. അതിനെ തുടർന്ന് അനുമോളുടെ കുറെ ആളുകൾ, അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഇവക്ക് കട്ടപ്പ എന്നുള്ളൊരു പേരും കൊടുത്തു. ആ പേരിനെ അനർത്ഥമാക്കാതെ, ആ പേരിനെ അവര് സത്യസന്ധമാണ്, ആ പേര് എനിക്ക് യോജിച്ചതാണെന്നുള്ള രീതിയിൽ തന്നെയാണ് പിന്നീടുള്ള ഈ പറയുന്ന ശൈത്യയുടെ കുറെ പ്രവർത്തികൾ. ശൈത്യ സന്തോഷ് എന്റെ നാട്ടുകാർ തന്നെയാണ്. പത്തനംതിട്ട ജില്ലയിൽ പെരുന്നാട് എന്ന് പറയുന്ന സ്ഥലത്താണ് പുള്ളിക്കാരിയുടെ വീടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നാടിന് തന്നെ അപമാനമാവാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി നല്ല സ്റ്റേജ് ഷോയിൽ മിമിക്രിയൊക്കെ ചെയ്ത്, അല്ലെങ്കിൽ കോമഡിയൊക്കെ ചെയ്ത്, ഡാൻസ് ഒക്കെ കളിച്ച് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ പുള്ളിക്കാരി ബിഗ് ബോസിലൊക്കെ വന്നപ്പോൾ എന്തോ ആണെന്നുള്ളൊരു ഭാവത്തിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നതിന് പരാക്രമണങ്ങളൊക്കെ കാണിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ശൈത്യക്കെതിരെ പറയുന്നവർക്കെതിരെ കേസ് കൊടുക്കുമെന്ന് അറിഞ്ഞു. എന്നാൽ പിന്നെ കേസ് എനിക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെ വന്നു എന്ന് വിചാരിച്ചാൽ മതി. അപ്പോൾ ശൈത്യ ചെയ്ത കാര്യം, ശൈത്യ ഒരു കട്ടപ്പയാണോ, ശൈത്യ പിന്നിൽ നിന്ന് കുത്തുന്നവളാണോ എന്നുള്ളതൊക്കെ നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ വെച്ച് തന്നെ കണ്ടതാണ്. എങ്ങനെയോ എവിക്റ്റ് ആയിപ്പോയി, എങ്ങനെയോ നല്ല പ്രേക്ഷകർക്ക് മനസ്സിലായി ഇവിടെ അവിടെ നിന്നിട്ട് ഒരു കാര്യവുമില്ല, എടുത്ത് കളഞ്ഞേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞതാണ്. കളഞ്ഞതിന് ശേഷം വീണ്ടും ബിഗ് ബോസിലേക്ക് ഒരു റീയൂണിയൻ വന്നപ്പോൾ അവിടെ വന്നുകൊണ്ട് അനുമോൾക്കെതിരെ വലിയ രീതിയിലുള്ള അക്രമം അഴിച്ചു വിടുക, ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആദിലെ നൂറേയും ചേർത്ത് പിടിക്കുക, അക്ബറിന്റെ അടുത്തും പലതും പറഞ്ഞുകൊണ്ട് വിഷയങ്ങൾ ഉണ്ടാക്കി അവരെ അങ്ങ് തോപ്പിച്ചു. അതായത് കട്ടപ്പ പിന്നിൽ നിന്നായിരുന്നു കുത്തിയതെങ്കിൽ ഈ ശൈത്യ എന്ന് പറയുന്നവൾ മുന്നിൽ നിന്ന് കുത്തിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന 3 പേരെ പെട്ടെന്ന് ഔട്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമായി. പ്രേക്ഷകരുടെ ഹൃദയങ്ങളിലേക്ക് അത് ആഴത്തിൽ ഇറങ്ങി ചെന്ന ആളുകളാണ് ആദില, നൂറ, അക്ബർ എന്നൊക്കെ പറയുന്നത്. എന്നാൽ ആ പ്രേക്ഷകർ തന്നെ വിധി മാറ്റി എഴുതിയത് ഈ ശൈത്യയുടെ ഒരു കടന്നുകയറ്റം കൊണ്ട് തന്നെയാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി, അത് തന്നെയല്ലേ? അപ്പൊ അങ്ങനെ ശൈത്യ അവരെ മുന്നിൽ നിന്ന് കുത്തി, പുറകിൽ കൂടി കളിച്ച് മുന്നിൽ നിന്ന് കുത്തി എന്നുള്ളതാണ് നമ്മൾ കണ്ടത്. അപ്പൊ ഇതിന് ശേഷം ശൈത്യ സന്തോഷ് പുറത്തു വന്നപ്പോൾ ശൈത്യ പറയുകയുണ്ട്, ശൈത്യക്കെതിരെ വലിയ സൈബർ ബുള്ളിങ് ആണ് നടക്കുന്നത്, എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാനൊരു വക്കീലാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശൈത്യ ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അഖിൽമാരാർക്കെതിരെയും പല ആളുകൾക്കെതിരെയും ഒക്കെയാണ് ശൈത്യ സംസാരിക്കുന്നത്. ശൈത്യ ഒന്ന് മനസ്സിലാക്കുക, അഖിൽമാരാർ സീസൺ 5 ആണെന്ന് തോന്നുന്നു വിന്നറാണ്. അങ്ങനെ ഒരു വിന്നറായിട്ടുള്ള അഖിൽമാരാറിന് വെറുതെ കിട്ടിയതാണെന്ന് പറയാൻ പറ്റില്ല. അതിൽ അനുമോളയോ ഇതിന് മുൻപുണ്ടായിരുന്ന വിന്നേഴ്സിനെയോ അതിന് മുൻപുണ്ടായിരുന്ന വിന്നേഴ്സിനെ ഒന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അഖിൽമാരാരിരിക്കുന്ന തട്ട് താഴെ തന്നെ ഇരിക്കും. അയാൾ നിലപാടും നിലവാരവും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. ചില സമയങ്ങളിൽ സംഖ്യയായി മാറുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ അദ്ദേഹത്തിനെ കുറ്റം പറയാറുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ, ബിഗ് ബോസിന്റെ വിഷയത്തിൽ ഞാൻ അഖിൽമാരോടൊപ്പം തന്നെ നിൽക്കും. കാരണം അയാൾ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയും അയാൾ ബിഗ് ബോസിൽ നടക്കുന്ന കാര്യങ്ങളെ എതിർക്കുകയുണ്ടായി. അനുമോള് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കിയിട്ട് അനുമോളെ വിമർശിക്കുകയും അനുമോൾക്ക് കപ്പ് കിട്ടിയപ്പോൾ അതിനെ അഭിനന്ദിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പൊ ശൈത്യ പുറത്തിറങ്ങിയിട്ട് ശൈത്യ പറയുകയാണ്, PR ഞാൻ അറിയാതെ എൻ്റെ അച്ഛൻ PR പൈസ കൊടുത്തു, 1.5 ലക്ഷം രൂപ കൊടുത്തു എന്നുള്ളത്. ഞാൻ അറിയാതെ എന്ന് മോള് പ്രത്യേകിച്ച് പറയണ്ട, അവിടെ കയറുന്നതിന് മുൻപ് തന്നെ മോള് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടാണ് അകത്ത് ചെയ്യുന്ന അനുമോള് PR പൈസയും കൊടുത്തിട്ട് PR ഉണ്ടെന്ന് പറഞ്ഞിട്ട് അനുമോൾക്കെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ വെച്ചത്. എന്ത് തന്നെയാണെങ്കിലും എല്ലാം ദൈവം കാണുന്നുണ്ട്, ദൈവത്തിനോടൊപ്പം പ്രേക്ഷകരും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വിധി എഴുതി, പക്കായിട്ട് വിധി എഴുതി അനുമോള് ജയിക്കുകയും ചെയ്തു. എന്നിട്ടും ഇവരുടെ കരച്ചിൽ അങ്ങോട്ട് തീരുന്നില്ല. ഇവർ കരയുന്നത് ഇപ്പൊ അഖിൽമാരാർ എന്നെ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് PR ചെയ്യാന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ച ഒരാളുണ്ടെന്നാണ് പറയുന്നത്. മോളെ 1.5 ലക്ഷം രൂപ എഴുതി കൊടുത്തത് കൊണ്ട് നിങ്ങളുടെ സ്വഭാവം അവർക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. നിങ്ങൾ അകത്ത് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവർക്ക് ഹൈലൈറ്റ് ചെയ്യാം, നിങ്ങൾ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ അവർക്കത് വേണമെങ്കിൽ മറക്കുകയും ചെയ്യാം. എന്നാൽ കൊള്ളരുതായ്മകൾ മാത്രം അകത്ത് കയറി ചെയ്യുന്ന ഒരാളെ എങ്ങനെ വെള്ളപൂശാൻ സാധിക്കും? കേരളത്തിലെ ജനങ്ങൾ ചോറ് എന്ന് ജീവിക്കുന്നവരാ, അവർക്ക് അവരുടെ മേലേക്ക് ഇങ്ങനെ മെഴുകാൻ നോക്കിയിട്ട് കാര്യമില്ല. അനുമോൾ അവർക്ക് വേണ്ടുന്ന കണ്ടന്റ് ഇട്ട് കൊടുത്തു. അതാണ് അനുമോളുടെ വിജയം. അതായത് സാഡായിട്ടിരിക്കുന്ന സമയത്ത് സാഡായിട്ടും സന്തോഷിക്കുന്ന സമയത്ത് സന്തോഷിച്ചും വേണ്ടുന്ന രീതിയിലെല്ലാം എന്റർടൈൻ ചെയ്തുകൊണ്ട് അനീഷും അനുമോളും ഒക്കെ ഒരേപോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. എന്നാൽ ശൈത്യ എന്ന് പറയുന്ന കുട്ടി എന്താണ് ചെയ്തത്? മുഴുവനും ഈ പറയുന്ന വൃത്തികെട്ട പരിപാടികളാണ്. അതായത് ഈ അയൽക്കൂട്ടത്തിലെ പെണ്ണുങ്ങളുടെ സ്വഭാവം അത് കാണിച്ചതുകൊണ്ട് തന്നെ PR ഒന്നും ചെയ്യാൻ പറ്റില്ല, PR വെളുപ്പിക്കാനൊന്നും പറ്റില്ല. ചെയ്യുന്ന കാര്യങ്ങളല്ലേ അവർക്ക് പറയാൻ പറ്റും, അവർക്ക് കള്ളത്തിനൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയും ആ PR പൈസ മേടിച്ചിട്ട് പണിയെടുത്തില്ല എന്നുള്ളതാണ് ശൈത്യയുടെ ഇപ്പോഴത്തെ വിഷമം. അപ്പൊ ശൈത്യ എന്താണ് ഇതിന് പറയുന്നതെന്നും ശൈത്യക്ക് എന്താണ് അഖിൽമാരാർ കൊടുക്കുന്ന മറുപടി എന്നും നമുക്കൊന്ന് കേട്ട് നോക്കിയിട്ട്
ബാക്കി വീഡിയോയിലേക്ക് വരാം. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 കപ്പ് വാങ്ങിക്കൊടുത്ത PR വിനു സാറിനും ടീമുകൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ കയറിയതിനു ശേഷം 3-ാമത്തെ ദിവസം ഞാൻ അറിയാതെ എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് PR പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിനു സാറ് PN പണിയാണ് തന്നത്. പക്ഷേ ഈ റീ എൻട്രിക്ക് പോയ സമയത്ത് 1.5 ലക്ഷത്തിന് പകരം 15 ലക്ഷം രൂപയുടെ പണി ഞാൻ വിനു സാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനു സാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എൻ്റെ എല്ലാ നന്ദിയും ഞാൻ അറിയിച്ചു കൊള്ളുന്നു. അയ്യോ, ഒരാളോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാൻ മറന്നുപോയി. അതായത് സീസൺ 5 വിനു സാർ PR പണി എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട്. മാരാർ പറയുന്ന കേട്ടു, അതായത് റീ എൻട്രിക്ക് കയറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു എന്ന്. പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത്, അതിന് പകരം ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ. വിനു സാറും പിന്നെ വിന്നറിന്റെ ഫാൻസ് എല്ലാം കൂടിയാ പറയുന്നത്. അതറിഞ്ഞാലും ഒത്തിരി സന്തോഷമുണ്ട്. എന്തായാലും വിന്നർക്ക് ഞാൻ കാരണം കപ്പ് കിട്ടിയല്ലോ. പിന്നെ അഖിൽ മാരാറിനോട്, മാരാറ് കൊട്ടിയാൽ മാക്രി അറിയുമായിരിക്കും, പക്ഷെ അഡ്വക്കേറ്റ് ശൈത്യ കരയത്തില്ല. മാരാരിരിക്കുന്ന തട്ട് താണേ ഇരിക്കത്തുള്ളൂ എന്ന് മാരാരും മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ ഗെയിമർ തൊപ്പിയുടെ മുമ്പിൽ മാരാറിന്റെ തട്ട് എത്രത്തോളം താണെന്ന് നമ്മൾ എല്ലാവരും കണ്ടതാ. പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല. നിലപാടുള്ളവർക്കേ ശത്രുക്കൾ ഉണ്ടാകത്തുള്ളൂ. ബാക്കിയുള്ളവരെ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ 1 മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം. എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറലാക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു. സോ ഇനി വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എന്തായാലും എന്നെ ഇത്രയും വൈറലാക്കി തന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ഈ സാമാനത്തിനെയൊക്കെ ആദ്യമേ തന്നെ മുളയിലെ നുള്ളിക്കളഞ്ഞ ജനങ്ങൾക്ക് കൂപ്പുകൈ. കാരണം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെ ജയിപ്പിച്ചിരുന്നെങ്കിൽ എന്തായാലും അവസ്ഥ. മാരാർ ആരാണെന്ന് പോലും അറിയാതെ എന്തോ പുലമ്പുകയാണ് ശൈത്യ എന്ന് പറയുന്ന പാവം പിടിച്ച പെൺകുട്ടി. ജയിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമമോ പെട്ടെന്ന് തന്നെ ഒരു 2-3 ആഴ്ചയിൽ കൂടുതൽ നിൽക്കാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ വിഷമമോ ഒക്കെ ആയിരിക്കും ഒരു 100 ദിവസവും കംപ്ലീറ്റ് ചെയ്ത് കപ്പും മേടിച്ച് ഒരുത്തൻ്റെ അടുത്ത് തീർക്കാൻ പോകുന്നത്. കണ്ടെത്തിയ കാരണം കൊള്ളാം. അഖിൽമാരാരും തൊപ്പിയും കൂടെയുള്ള ഡിസ്കഷൻ. വേറൊന്നും പറയാനില്ല. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അഖിൽമാരാർ വാ അടപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കും. ആ അഖിൽമാരാറിന്റെ നോളജ് ഒന്നും ഇല്ലാത്ത ഒരാളാണ് അഡ്വക്കേറ്റ് ആയിട്ടുള്ള ശൈത്യ സന്തോഷം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേവലം ഒരു അഡ്വക്കേറ്റ് ആണെന്നുള്ളൊരു പേര് നമ്മൾ കണ്ടാണ് ബിഗ് ബോസ് ഹൗസിലെ ആ ആങ്കർ അഡ്വക്കേറ്റ് ആണ് എന്നിട്ട് വാദിക്കാൻ അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ കരയുന്നതൊക്കെ. എന്തൊരു അഭിനയം, എന്തൊരു മെഴുകലും ഒക്കെ ആയിരുന്നല്ലേ ബിഗ് ബോസിൽ. ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് കേൾക്കുന്ന സൈബർ ബുള്ളിങ് ആണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഗെയിം ഷോയിലൊന്നും പോകാൻ പാടില്ല. അങ്ങനത്തെ ഒരു എൻഡുറൻസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത്. നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ വിമർശിക്കും. ആ വിമർശനങ്ങൾ ഏറ്റുവാങ്ങാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് കണ്ടസ്റ്റന്റ് അല്ലെങ്കിൽ എന്ത് സെലിബ്രിറ്റി അല്ലെങ്കിൽ എന്ത് സ്റ്റാറ്റസ് ആണ് നിങ്ങൾക്കുള്ളത്? ശരിക്കും പറഞ്ഞാൽ ശൈത്യ വെറും വട്ടപൂജ്യമാണ് കേട്ടോ. അപ്പോൾ അഖിൽമാരാർ ഇതിന് കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്. അഖിൽമാരാർ എന്താ പറയുക, മുട്ടിയാൽ മാക്രി കരയുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശൈത്യ വലിയ പുലമ്പുന്നുണ്ട്. അതിന് അഖിൽമാരാർ കൊടുക്കുന്ന നല്ലൊരു മറുപടി അതുകൂടെ ഞാൻ എന്തായാലും കേൾപ്പിക്കാം. അത് കൊടുത്തിരിക്കുന്നത് വേറെ എവിടെയുമല്ല, അന്നനാളത്തിൽ നിറയുന്ന തരത്തിലാണ് അഖിൽമാരാർ മറുപടി കൊടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. മറുപടി കൊടുക്കുമാരാരെ എന്ന് പറഞ്ഞിട്ട് 1000 മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് 2 ദിവസമായി വന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആൾ മാറിയതാണ്. ഈ ഉണ്ടക്കണ്ണ് തള്ളിപ്പിടിച്ച് ഇങ്ങനെ ആദ്യം എനിക്ക് തോന്നുന്നു എന്തോ കണ്ട് പേടിച്ചതാണെന്ന് തോന്നുന്നു കേട്ടോ. ഒന്നുകിൽ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് കണ്ട് സഹിക്കാൻ വയ്യാതെ പേടിച്ച സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു എന്താ പറയുക, അന്തരാളങ്ങളുടെ ആഴങ്ങളിൽ നിന്നും ബഹിർഗമിച്ച് പുറത്തേക്ക് വരുന്ന ബഹിസ്ഫുരണത്തിൻ്റെ അങ്ങേ തലക്കിൽ നിന്നും ഉതിരുന്ന ചില മറ്റേതുണ്ടല്ലോ, അത് ഉള്ളിൽ തട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ചുറ്റുമുള്ളതൊന്നും കാണാനും കേൾക്കാനും ഒന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ സൃഷ്ടിക്കപ്പെട്ട ഒരു പാവം പെൺകുട്ടിയുടെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു എനിക്ക് ആരൊക്കെ അയച്ചു തന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, അപ്പോൾ അതിൽ ഇങ്ങനെയാണ് അത് പറഞ്ഞു പോയേക്കുന്നത്, മാരാർ മാക്രികളെ പേടിപ്പിച്ചാൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഷഡ്കാല ഗോവിന്ദ മാരാർ, അദ്ദേഹം അറിയപ്പെടുന്ന സ്വാതിരുന്നാളിൻ്റെ സദസ്സിലൊക്കെ അറിയപ്പെടുന്ന സംഗീതജ്ഞനായിരുന്നു. അപ്പോൾ ഇദ്ദേഹം അറിയാമല്ലോ, തവളരാഗം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതായത് മനോഹരമായി രാപ്പാടി രാത്രിയിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ തവളകൾ കൂട്ടത്തോടെ കൂടി കരഞ്ഞിതാകെ അലമ്പാക്കും. അങ്ങനെ ഈ അന്നത്തെ ഷഡ്കാല ഗോവിന്ദ മാരാർ അദ്ദേഹം രാത്രികാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ തമ്പുരും വിട്ടും, അദ്ദേഹത്തിൻ്റെ തമ്പുരു വലിയ പ്രശസ്തമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ത്യാഗരാജ സ്വാമികൾ എന്തരോ മഹാനുഭാവലു എന്നെഴുതുന്നതിൻ്റെ പിന്നിലും ഇദ്ദേഹത്തിൻ്റെ ഈ തമ്പുരുവിൽ 7 ഇതുള്ള തമ്പുരുവാണ്.
അപ്പോൾ അതൊക്കെ വീട്ടുന്ന ത്യാഗം നമ്മുടെ ഇദ്ദേഹം രാത്രിയിൽ ഇങ്ങനെ സംഗീതത്തിൽ ആറാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മാക്രികൾ കരഞ്ഞു. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ദേഷ്യം വന്നു. 4-5 കല്ല് പറക്കി ഈ വയലിരുന്ന് കരഞ്ഞ മാക്രിയുടെ തലയ്ക്ക് ഇദ്ദേഹം ഒരു എറി കൊടുത്തു. അപ്പോൾ ഇത് കണ്ടിട്ടായിരിക്കും ഈ ഇദ്ദേഹം തൃക്കാല ഗോവിന്ദമാരാർ മാക്രികളെ പേടിപ്പിച്ചാൽ മതിയെന്ന് ഈ ഉണ്ടക്കണ്ണും തള്ളിയിട്ടിട്ട് ഇയാളിങ്ങനെ പേടിച്ച് പറഞ്ഞത്. ഒരു പക്ഷേ ഈ പെൺകുട്ടി അതിധീരയായ ഈ പെൺകുട്ടിയുടെ ശബ്ദത്തിലൂടെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഞാനിതിൽ നിന്ന് വ്യാഖ്യാനിക്കുന്നത്. ഇതൊക്കെ എൻ്റെ വ്യാഖ്യാനം മാത്രമാണ്. പക്ഷേ എന്തായാലും ആ വീഡിയോ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പണ്ട് എനിക്ക് അതായത് 2010 സമയത്ത് ഈ ശരീരത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ടുകളാണ് ഈ പരു ഇങ്ങനെ വരും. ഈ പരു വന്നിട്ട് ഇത് പഴുത്ത് വലുതാവും, അത് പൊട്ടും. അപ്പോൾ അത് പൊട്ടിക്കഴിയുന്നതിന് തൊട്ട് മുമ്പ് നമുക്ക് അനുഭവിക്കുന്ന ഒരു വല്ലാത്ത വേദനയുണ്ട്. അപ്പോൾ ഈ കുരു പൊട്ടും എന്നൊക്കെ നമ്മൾ അതിനെ പറയും. അപ്പോൾ അതിന് കാരണങ്ങൾ പലതാണ്. അപ്പം നമ്മൾ കൊളസ്ട്രോളിലേക്ക് ആകാൻ കാരണം. അപ്പം രണ്ടായാലും ഈ കുരു ഇങ്ങനെ പഴുത്ത് പൊട്ടിച്ച് കഴിയുമ്പോൾ ഒരു ആശ്വാസമുണ്ട്. സത്യമുണ്ട് കേട്ടോ. അവസാനം ഞാൻ തന്നെ സർജിക്കൽ ബ്ലേഡ് എടുത്ത് കീറി പൊട്ടിച്ചു വിടും. ആദ്യമൊക്കെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കീറി കളയായിരുന്നു. പിന്നെ വരുന്ന സമയത്ത് ഞാൻ സർജിക്കൽ ബ്ലേഡ് എടുത്ത് ഞാൻ കീറും. പക്ഷേ ഈ കുരു അങ്ങനെ പഴുത്ത് പൊട്ടി പോകുമ്പോൾ ഒരു ആശ്വാസമാണ്. അപ്പോൾ അങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ആശ്വാസം ചിലപ്പോൾ അതിന് കിട്ടിക്കാണും. കാര്യം നമുക്കറിയാം പൈസ എന്ന് പറയുന്നത് ചെറിയ പൈസയൊന്നും അല്ലല്ലോ. 1.5 ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം വിഷമം വരും. കാര്യം 1.5 ലക്ഷം രൂപ കുരു പൊട്ടിക്കാൻ വേണ്ടി കൊടുത്തപ്പോൾ ആരോ അടിച്ചു പുറത്താക്കി വിട്ടു. അപ്പോൾ അതിൻ്റെ ഒരു വിഷമമൊക്കെ സ്വാഭാവികമായിട്ടും വരും. പക്ഷേ ഈ തവളകളുടെ ഒരു പ്രത്യേകതയാണ്, ഈ തവളകൾക്ക് തവളകളെയും തിരിച്ചറിയാൻ പറ്റത്തില്ല, അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാരെയും തിരിച്ചറിയാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഈ ഓപ്പോസിറ്റ് ഒരു ലോറിയൊക്കെ വരുന്ന സമയത്ത് ഈ റോഡിൽ ഇങ്ങനെ ഈ തവള എന്നാ ഒന്ന് പോയി നോക്കടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പെരുപ്പിച്ച് വയറൊക്കെ അങ്ങോട്ട് പെരുപ്പിച്ച് റോഡിലൊരു ഇപ്പം കൊണ്ട് നിൽക്കും. എന്നിട്ട് ലോറിയെ നോക്കി പറയും, നീ എങ്കിൽ ഇനി ഒന്ന് പോയി നോക്കുന്നു. ഇതാണ് ഞാൻ എൻ്റെ സിനിമയിൽ ഒരു രസകരമായ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഈ മാക്രികളുടെ കാര്യം പറയുമ്പോൾ നമുക്ക് മാക്രികളുടെ കഥ പറയാൻ പറ്റും. ഒരു കുളത്തിൽ കുറേ അഹങ്കാരികളായിട്ടുള്ള തവളകൾ, അതുങ്ങൾ ആ കുളത്തിൽ ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ ഒരു മനുഷ്യനെ സംഭവിച്ചിട്ടില്ല. ഈ തവളകളുടെ അഹങ്കാരം കാരണം സത്യം പറഞ്ഞാൽ ആ പരിസരത്തോട്ട് ഒരു മനുഷ്യനെ അങ്ങോട്ട് വരാറില്ല, ഒരു ജീവികളും വരാറില്ല ഒരു തുള്ളി വെള്ളം ചോദിക്കാൻ. കണ്ടില്ലേ, ഇതൊക്കെയാണ് മറുപടി എന്ന് പറയുന്നത്. സഭ്യമായ ഭാഷയിൽ അസഭ്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. സഭ്യമായ ഭാഷയിൽ തന്നെ മാരാരും മറുപടി കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കുരുപൊട്ടലാണ്. ആ കുരുപൊട്ടൽ പൊട്ടിക്കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് അങ്ങ് ആശ്വാസം കിട്ടിക്കാണുമെന്നാണ് മാരാര് പറയുന്നത്. മോളെ, പല ആളുകളെയും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ പല ആളുകളോടൊപ്പം നിങ്ങളുടെ ഈ പറയുന്ന പ്രോഗ്രാമുകളും നിങ്ങളുടെ കള്ളത്തരങ്ങളും നിങ്ങളുടെ കട്ടപ്പയുടെ സ്വഭാവവും ഒക്കെ എടുത്തിട്ടുണ്ടാവും. അങ്ങനെ ഒരു വ്യക്തിയല്ല മാരാര്. മാരാർക്ക് അയാൾ പറയുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യമുണ്ട്. ചില സമയങ്ങളിൽ പാളിപ്പോകുന്നുണ്ട്. പാളിച്ചകൾ മനുഷ്യന്മാർക്ക് എല്ലാവർക്കും പറ്റുന്നതാണ്. ഇപ്പോൾ എനിക്ക് പോലും, അല്ലെങ്കിൽ നമുക്ക് ആർക്കും പറ്റും. അത് മോഹൻലാലായാലും മമ്മൂട്ടിയാണെങ്കിലും ആർക്കും പാളിച്ചകൾ പറ്റും. പക്ഷെ അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവർ വേണ്ട രീതിയിൽ അത് വിനിയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ സംസാരിക്കാറുണ്ട്. കുട്ടിയുടെ ആഗ്രഹം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ പോയിട്ട് കുറച്ച് റീച്ച് ആവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് റീച്ചായി, ആഗ്രഹിച്ച പോലെ തന്നെ റീച്ചായി. പക്ഷെ അത് ഒരു പോസിറ്റീവ് വൈബിലുള്ള റീച്ച് അല്ല, അല്ലെങ്കിൽ പോസിറ്റീവ് ടൈപ്പിലുള്ള റീച്ച് അല്ല, നെഗറ്റീവിലുള്ള റീച്ചാണ്. അതായത് കട്ടപ്പയെ പോലെയുള്ള ബാക്കിൽ നിന്ന് കുത്തുന്ന ഒരാളെന്നുള്ള റീച്ചാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല, വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല, എല്ലാവരും കുറ്റപ്പെടുത്തലാണ്. പിന്നെ 1 ലക്ഷം രൂപ പൊട്ടിപ്പോയില്ലേ, പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് 1 ലക്ഷത്തിന് മേളിൽ എന്തോ ഡ്രസ്സ് എടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബിഗ് ബോസിൽ കയറുന്ന സമയത്ത് അമ്മയും മക്കളും എല്ലാം കൂടി എന്തൊക്കെയോ മെഴുകിയത്. പക്ഷെ അതെല്ലാം പാഴായിപ്പോയി. അപ്പോൾ അതിൻ്റെ വിഷമമാണ് അഖിൽമാരാരെ പോലെയുള്ള ആണത്തമുള്ളവരുടെയൊക്കെ മുൻപിൽ വന്ന് തീർക്കാൻ നോക്കുന്നത്. തനിക്കെതിരെ സംസാരിച്ച് എല്ലാവർക്കും എതിരെ കേസ് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ തള്ളിപ്പോകുന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അപ്പം അങ്ങനെ ഇത്രയും ബുദ്ധിയില്ലാത്ത ഒരാളാണോ അഡ്വക്കേറ്റ് ശൈത്യ സന്തോഷം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ബുദ്ധി ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യുന്നതൊക്കെ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ വിമർശനങ്ങൾ നമുക്ക് മേൽ വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക. വിമർശിക്കാൻ, ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞത്, എന്നെ വിമർശിക്കാനും എല്ലാവർക്കും അധികാരമുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ സംഘികളെ പോലെ ഇങ്ങനെ പറയാൻ പാടില്ല, എന്നെ വിമർശിക്കാൻ പാടില്ല, ഞാൻ പറയുന്നതാണ് ശരിയെന്ന് ചിന്തിക്കാനോ അല്ല പറയാനോ പാടില്ല. അപ്പം അങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു നാടായതുകൊണ്ട് തന്നെയും എല്ലാവരും റിയാക്ട് ചെയ്യും. ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഇതുപോലെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത്. അവരെല്ലാം റിയാക്ട് ചെയ്യും. ഇപ്പോൾ എൻ്റെ ഭാഗത്തൊരു തെറ്റുണ്ടായി കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണെന്ന് പോലും ചിന്തിക്കാതെ പലരും വീഡിയോ ചെയ്യും. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഉള്ളൂ. അതിനെ ആ സെൻസിൽ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ പരിപാടികൾക്കൊന്നും നിൽക്കാനേ പാടില്ലായിരുന്നു എന്ന് ഞാൻ പറയുകയാണ്. കട്ടപ്പ എന്നുള്ളൊരു പേര്, അത് ആദ്യത്തെ നിങ്ങൾ വന്നു പോയതിന് ശേഷം കുറച്ച് ആളുകൾ എല്ലാവരും മറന്നതാണ്, ആരും അങ്ങനെ വലിയ കാര്യമാക്കില്ല. പക്ഷേ റീയൂണിയന് നിങ്ങൾ വന്നപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ആരാണ് അവിടുത്തെ കട്ടപ്പ, ആരാണ് അവിടുത്തെ ബാഹുബലി, ആരാണ് ജയിക്കാൻ പോകുന്നത്, ആരാണ് ജയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവസരം കൊടുത്തതെന്നുള്ളതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ കൃത്യമായിട്ടുള്ള രീതിയിൽ വിധി എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അനുമോൾക്ക് കപ്പ് കിട്ടി, അനീഷ് ഫസ്റ്റ് റണ്ണറപ്പായി, അതുപോലെ വിജയിച്ച് അവർ പോവുകയും ചെയ്ത് അവരുടെ ലൈഫിലേക്ക് അവർ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണ്. എല്ലാം അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയാണ് കിട്ടിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ചൊറിയാൻ പോകുമ്പോൾ ആളും തരവും നോക്കി ചൊറിയുക എന്നുള്ളത് പ്രത്യേകം ഞാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വണക്കം.